ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു വരുന്ന ഒരു വേദഭാഗമാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. നമ്മുടെ തീമിനുള്ള ബന്ധത്തിലാണ്. ഈ മാസം കഴിഞ്ഞെങ്കിലും സ്തോത്രം ഈ ഒരു വിഷയം കൂടെ നമ്മൾ പരാജയം മാത്രം പറഞ്ഞിട്ട് അവസാനം ജയിക്കാനുള്ള ടിപ്സ് പറയാതെ ഞാൻ കൺക്ലൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇത്രയും നാൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ പരാജയങ്ങളും എങ്ങനെ അതിനെ ജയമാക്കി മാറ്റിയതുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞതെങ്കിലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും, സ്തോത്രം, അതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. ക്രിസ്തീയ ജീവിതം ജയിക്കാനുള്ളതാണ്, പരാജയപ്പെടാനുള്ളതല്ല. അതുകൊണ്ട് ജയിക്കുവാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമ്മളെല്ലാവരും ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ അല്ലേ? ജയിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? പരീക്ഷ എഴുതട്ടെ, ഞാൻ തോക്കാൻ പോയി പരീക്ഷ എഴുതുമെന്ന് ആരും പറയോ? അങ്ങനെ പോകുന്നവരുണ്ട്. എന്തോ വരട്ടെന്ന് പറഞ്ഞ് പോയി പരീക്ഷ എഴുതുന്നവർ. സ്തോത്രം. ഏതായാലും ഫീസ് അടച്ചു പോയില്ലേ, അന്ന് പിന്നെ പോയങ്ങ് എഴുതിയേക്കാം. ഹല്ലേലൂയ. അങ്ങനെ ആരും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും പോകുന്നത് സ്തോത്രം സമസ്ത മേഖലകളിലും ഒരു ജയം വേണം. അത് ഭൗതികമായും കുടുംബപരമായും ആത്മീയമായിട്ടൊക്കെ ജയിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് കാര്യത്തിൻ്റെയും തുടക്കം കുറിക്കുന്നത് ജയിക്കണമെന്ന ആഗ്രഹത്തോടെയാണ്. ഈ ആഗ്രഹമില്ലെങ്കിൽ വലിയ പരാജയമാണ്. സ്തോത്രം. അപ്പോൾ ജീവിതം അല്ലെങ്കിൽ ഒരു കാര്യം പരാജയമെന്ന് തോന്നുന്നതാണ് ഏറ്റവും വലിയ പരാജയം. ഞാൻ ഒന്നുകൂടി പറയാം. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പരാജയമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ജയിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഇനി തൊട്ട് ഞാൻ തോക്കുമെന്ന് പറയരുത്, ഞാൻ ജയിക്കുമെന്ന് പറയാവൂ. എനിക്ക് കഴിയത്തില്ലെന്ന് പറയരുത്, എനിക്ക് കഴിയുമെന്നേ പറയാവൂ. സൗഖ്യമാകത്തില്ലെന്ന് പറയരുത്, സൗഖ്യമാകുമെന്നേ പറയാവൂ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വിജയമെന്ന് പറയുന്നത് നമ്മൾ എന്തു പറയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ അനേകർ ജയിച്ചത്, നമ്മൾ വചനം പഠിക്കുമ്പോൾ, ലോക ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ അനേകർ ജയിച്ചത് ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ്. ഈ വിശ്വാസമുണ്ടെങ്കിലേ പരാജയമുണ്ടാകാം. പക്ഷേ അവൻ്റെ ഉള്ളിൽ ആ വിശ്വാസം അവനെ നാൾക്ക് നാൾ വിജയത്തിലേക്ക് നയിക്കും. ജീവിതത്തിൽ ഒരു പരാജയം പറ്റി എന്നുള്ളത് കൊണ്ട് ജീവിതകാലം മുഴുവനും പരാജയമാണെന്ന് ചിന്തിക്കരുത്. പിന്നെ അത് ജയമാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. നമ്മൾ ഏത് മനുഷ്യൻ്റെയും ഏത് വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത്, ഒരു കാര്യത്തിൻ്റെ അക്കംപ്ലിഷ് എന്ന് പറയുന്നത് ഒരു പക്ഷേ പരാജയത്തിൽ നിന്നായിരിക്കാം തുടങ്ങുന്നത്, പക്ഷേ വിജയത്തിൽ കൊണ്ടെത്തിക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ സ്ട്രെയിറ്റ് വേ അങ്ങ് നടക്കുകയാണോ ചെയ്യുന്നത്? അല്ല. അവർ നടക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എത്ര പ്രാവശ്യം വീണിരിക്കും? ഒത്തിരി പ്രാവശ്യം വീണും ആദ്യമേ ഒരു സ്റ്റെപ്പ് വെക്കും, തള്ളി വീഴും, വീണ്ടും എഴുന്നേക്കും, വീണ്ടും അടുത്ത സ്റ്റെപ്പ് വെക്കും, തള്ളി വീഴും, വീണ്ടും എഴുന്നേക്കും. അറ്റ് ദ എൻഡ് അവരെന്ത് ചെയ്യും? നടക്കും. മനസ്സിലായോ? അപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ അല്ലെങ്കിൽ വീഴ്ചകൾ സംഭവിച്ചാൽ അത് പരാജയമല്ല. നമ്മളെല്ലാവരും നമ്മളൊരു മണ്ഡലത്തിൽ എത്തിയത് ഒത്തിരി വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടാ. പക്ഷേ ആ വീഴ്ചയിൽ ഗിവപ്പ് ചെയ്തവൻ ഒരിക്കലും ജയിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നാട്ടിൽ സൈക്കിൾ പിടിച്ചവരാരും കണ്ടോ? എനിക്ക് ഡൗട്ട്, ഒരു ഭയങ്കര നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ നാട്ടിൽ പഠിച്ചതുപോലെ ഒന്നുമല്ല ഇവിടെ പഠിക്കുന്നത് അല്ലേ? ഇവർ എത്ര ഫാസ്റ്റായിട്ടാണ് സൈക്കിൾ പിടിക്കുന്നത്? ആണോ? ഓ, അത് ശരി. നമ്മൾ പണ്ട് സൈക്കിൾ പഠിക്കാൻ പോയത് വീട്ടിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ എവിടെയെങ്കിലും അര സൈക്കിൾ കിട്ടുമെങ്കിൽ അര സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് കയറി ഇറങ്ങി വീണ് എത്ര പ്രാവശ്യം വീണിട്ടാന്ന് പഠിക്കുന്നേ അല്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമ്മൾ വീണിട്ടുണ്ട്. വീണത് കൊണ്ട് എനിക്കിനി പഠിക്കണ്ടെന്ന് പറഞ്ഞ് പോയവരാരും പണ്ട് സിനിയുടെ ആങ്ങളെ സൈക്കിൾ പഠിപ്പിക്കാൻ പോയത് കാലമായി. അപ്പോൾ വേണ്ട എന്ന് വെച്ചാൽ പിന്നെ അവിടെ കൊണ്ട് ഗിവപ്പ് ചെയ്താൽ പോയി പരിപാടി. എന്നാൽ എനിക്ക് കഴിയും, എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കും. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് ജീവിതത്തിൽ ഹല്ലേലൂയ കഴിവില്ലെങ്കിലും പരാജയങ്ങൾ സംഭവിച്ചാലും വീഴ്ചകൾ പറ്റിയാലും ജയിക്കാൻ ഒരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ ജയിക്കാൻ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അനേകരുടെ ജീവിതത്തിൽ പരാജയം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ കഴിയത്തില്ല എന്ന ചിന്തയാ, ശരിയാകത്തില്ല എന്ന ചിന്തയാ. പരാജയം
മാത്രമേ മുന്നിൽ ഉള്ളൂ എന്ന ചിന്തയാണ്. അത് നമ്മളെ ഭരിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും പരാജയത്തെ ചിന്തത്. എന്നാൽ പ്രതികൂലം വരുമ്പോൾ, തുടക്കം കുറിച്ച പലതിൻ്റെയും മുന്നേറ്റം കാണാതെ വരുമ്പോൾ, പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, ഹല്ലേലൂയ, പരാജിതനാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഏത് പ്രശ്നം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും എനിക്ക് അതിന്മേൽ ജയിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം അകത്തളത്തിലുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മണ്ഡലങ്ങളും ജയിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, എനിക്ക് ജയിക്കണം, പുറത്തു വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ പരാജയത്തെ ജയമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. തിരുവചനത്തിനകത്ത് ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒത്തിരി ഉപദ്രവങ്ങളും ഉണ്ടായിട്ടും അതിനെയൊക്കെ ജയമാക്കി മാറ്റിയ, കടന്നു വന്ന ഏത് പ്രതിസന്ധിയെയും അല്ലെങ്കിൽ ലിസ്റ്റ് പറഞ്ഞ് എഴുതിയിട്ട് ഇത്രമാത്രം കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടും എന്നെ ജയിപ്പിച്ച ഒരു കർത്താവുണ്ടെന്ന് പറഞ്ഞ ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നുണ്ട്. ആരാണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ്. വായിച്ചേ, റോമർക്ക് ലേഖനം 8-ാം അധ്യായം 35 മുതൽ താഴോട്ട് വാക്യം. അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. അതിന്റെ 33 വായിച്ചില്ലേ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുവേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? എന്നിട്ട് അതിന്റെ 37, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇവയിൽ നിന്നൊക്കെയും ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നു എന്ന പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ഇത് എഴുതുന്ന സമയത്ത് ക്രിസ്തയേശുവിലുള്ള വിശ്വാസം നിമിത്തം ഒത്തിരി പ്രതികൂലങ്ങൾ തൻ്റെ ജീവിതത്തിൽ, ഒത്തിരി ഉപദ്രവങ്ങൾ, ഒത്തിരി കഷ്ടതകൾ ഈ അനുഭവിക്കുന്ന സമയത്താണ് പൗലോസ് ഇത് പറയുന്നത്. ആ കഷ്ടതയുടെ ലിസ്റ്റ് അതിൻ്റെ 35-ാം വാക്യത്തിൽ. എന്നിട്ടും പൗലോസ് പറയുന്നത് ഇവയിൽ നിന്നൊക്കെയും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? യേശുക്രിസ്തു മുഖാന്തരം ജയം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ കഷ്ടതയ്ക്ക് തന്നെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല, ഉപദ്രവങ്ങൾക്ക് തന്നെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല, അല്ലെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച പ്രതിസന്ധികൾക്ക് തന്നെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. ഇതിൽ നിന്നൊക്കെയും യേശുക്രിസ്തു മുഖാന്തരം എന്ത് പറഞ്ഞിരിക്കുന്നു? ഞാൻ ജീവിതത്തിൽ ജയം പ്രാപിച്ചിരിക്കുന്നു. അല്ലെ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ എല്ലാ പ്രതികൂലത്തെയും എല്ലാ പ്രതിസന്ധിയെയും ജയമാക്കി മാറ്റിയ ഒരു കർത്താവിനെ കുറിച്ചാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ ഇത് തന്നെയാണ് ആദ്യോട് അവസാനം കാണാൻ കഴിയുന്നത്. അനേകരുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ പരാജയത്തെ ഒക്കെ ജയമാക്കി മാറ്റിയ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിപ്പാനിടയായി. സ്തോത്രം. പത്രോസിന്റെ ജീവിതത്തിൽ ഫെയിലിയർ ഉണ്ടായി, പരാജയമുണ്ടായി. ഇന്ന് രാവിലെ നമ്മൾ ദാവീദിനെ കുറിച്ച് കേട്ടു. പത്രോസിന്റെ ജീവിതത്തിൽ പരാജയമുണ്ടായി, പക്ഷേ ഒരു കാര്യമുണ്ട്, അറ്റ് ദ എൻഡ് ഹി ബിക്കം എ ഗ്രേറ്റ് അപ്പോസ്റ്റൽ. ആമേൻ, ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ കേട്ടല്ലോ, പരാജയമുണ്ടായി, ബട്ട് ഹി ബിക്കം എ ഗോഡ്സ് ഓൺ ഹാർട്ട്. അവന്റെ ഹൃദയപ്രകാരം, ഗോഡ്സ് മാൻ ആഫ്റ്റർ ഗോഡ്സ് ഹാർട്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ന് പറയാൻ ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പരാജയമുണ്ടായി. മോസസ് ഫെയിൽഡ്, ബട്ട് ഹി ബിക്കേം എ ഗ്രേറ്റ് ലീഡർ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. എവരുടെയൊക്കെയും ജീവിതത്തിൽ ഒത്തിരി ഹി ബിക്കേം എ സ്തോത്രം ആൻഡ് എ ഡെലിവറർ. ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്ന ഒരു മനുഷ്യനായി മാറി. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി പറയാം. നിങ്ങൾക്ക് പുറകെ ഇരിക്കുന്നത് കാണാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ? പറ്റും. ഓക്കെ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം ഈ പരാജയത്തെ, എവരിവൺ ഫേസ് ദ ഫെയിലിയേഴ്സ്, എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയമുണ്ട്. പരാജയം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് നമ്മൾ തിരിച്ചറിയണം. പിശാച് നിന്നോട് പറയും ദാറ്റ്സ് ഓൾ, പക്ഷെ ദൈവവചന മക്കളെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ പരാജയം ഒരവസാനമല്ല. ഇവിടെ പൗലോസ് പറയുന്നത് ഇവയിൽ നിന്നൊക്കെയും ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇവയിൽ നിന്നൊക്കെയും
പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദ സ്റ്റെപ്സ് ടു ടേൺ യുവർ ഫെയിലിയേഴ്സ് ഇൻ ടു സക്സസ്. ജീവിതത്തിൽ നമ്മുടെ പരാജയങ്ങളെ എങ്ങനെ ജയമാക്കി, ദ സ്റ്റെപ്സ് ഹൗ വി ക്യാൻ ടേൺ അവർ ഫെയിലിയേഴ്സ് ഇൻ ടു സക്സസ്. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ, നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയങ്ങൾ പറ്റിയിട്ടുണ്ട് അല്ലേ? പരാജയം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആത്മീയ മണ്ഡലങ്ങളിൽ പ്രാർത്ഥനയിൽ പരാജയങ്ങൾ, ഉപവാസത്തിൽ പരാജയങ്ങൾ, എടുത്ത തീരുമാനങ്ങളിൽ നിലനിൽക്കാൻ കഴിയാത്തത് പരാജയമാണ്. ഇന്ന് നമ്മൾ കേട്ടതുപോലെ സബ്മിറ്റീവ് ഹൃദയം, ലിജോയി ഓർപ്പിച്ച നല്ലൊരു ഉദാഹരണം അല്ലേ കുടുംബജീവിതത്തിനുള്ള ബന്ധത്തിൽ. പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്, ഇങ്ങനെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഓരോരുത്തരോടൊക്കെ സംസാരിച്ചിരുന്നെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് സഹോദരന്മാരെല്ലാം ഉണ്ടായിരിക്കുക, നിങ്ങളോട് സംസാരിക്കാനേ ചിലപ്പോൾ നേരം കാണത്തുള്ളൂ അല്ലേ? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പരാജയത്തെ നമുക്ക് എങ്ങനെ ജയമാക്കി മാറ്റാൻ കഴിയും? നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു പഠനമാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, കുടുംബജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ സംഭവിക്കാറുണ്ടല്ലേ? കുടുംബജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ആത്മീയ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതത്തിൽ ഫെയിലിയേഴ്സ് ഉണ്ട്, ഒത്തിരി പരാജയങ്ങൾ അല്ലെ. എന്നാൽ ഇന്ന് പകൽക്കാലം എപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പരാജയത്തെ ജയമാക്കി മാറ്റാൻ കഴിയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, നമ്പർ 1, ഒന്നാമത്തെ കാര്യം, സ്തോത്രം, ഒന്നാമത് റെക്കഗ്നൈസിങ് ആൻഡ് ആക്സെപ്റ്റിംഗ് അവർ ഫെയിലിയേഴ്സ്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയത്തെ നമ്മൾ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് അല്ലേ? സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ലംഘനങ്ങളെ മറയ്ക്കുന്നവന്, വായിച്ചേ, തന്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. മതി, ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരത്തില്ല. അപ്പോൾ ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഒത്തിരി പേരുടെ ജീവിതത്തിൻ്റെ പരാജയം, ഇന്നും പലരും അനേകരും ജീവിതത്തിൻ്റെ പരാജയത്തിൽ തന്നെ കിടക്കുവാനുള്ള കാരണം പലപ്പോഴും അവരുടെ പരാജയങ്ങളെ നമ്മൾ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ പറഞ്ഞിരിക്കുന്നു, ലംഘനങ്ങളെ മറയ്ക്കുന്നവന്, അല്ലേ, സ്തോത്രം, തെറ്റിനെ കുറിച്ച് ബോധമില്ലാതിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റിനെക്കുറിച്ച്, പരാജയങ്ങളെക്കുറിച്ച് ഒരു റിയലൈസേഷൻ ഉണ്ടാകണം, അല്ലെ അത് റെക്കഗ്നൈസ് ചെയ്യണം. അല്ലെ എവിടെയാണ് പരാജയം, എന്താണ് പരാജയം എന്നുള്ളത്. സ്തോത്രം, പരാജയം വന്നാൽ രണ്ടാമത്തെ കാര്യം എന്ത് ചെയ്യണം? അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാ, അല്ലേ, സ്തോത്രം, വീണെടുത്ത് കിടന്ന് ഉരുളു എന്ന് പറയുന്നത് പോലെ തെറ്റാണെങ്കിലും അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തൊരു പാടാണെന്നറിയാമോ? സ്തോത്രം, ആമേൻ. അത് സഹോദരിമാരായാലും സഹോദരന്മാരും അങ്ങനെ, തെറ്റാണെന്ന് അറിയാം എങ്കിലും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല അല്ലേ? സ്തോത്രം, അത് അംഗീകരിച്ചു കൊടുക്കാൻ വലിയ പാടാ. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. ആമേൻ. അപ്പോൾ ഇവിടെ ഇരിക്കും നമ്മൾ മനസ്സിലാക്കണം, പലരുടെയും ജീവിതത്തിലെ പരാജയം, ഒന്ന്, ഹൈഡ് ദെയർ മിസ്റ്റേക്ക്, അവർ തെറ്റുകൾ മറച്ചു വെക്കുക, അംഗീകരിക്കത്തില്ല. ജീവിതത്തിൽ ഒത്തിരി തെറ്റുകൾ സംഭവിക്കാറുണ്ട്, പരാജയങ്ങൾ വരാറുണ്ട്, പക്ഷേ അത് മറച്ചു വെക്കുക, അത് റിവീൽ ചെയ്യാൻ അവർ തയ്യാറല്ല, അത് ഏറ്റുപറയാൻ, അംഗീകരിക്കാൻ തയ്യാറല്ല. ആ പാപത്തിലും തെറ്റിലും ദൈവഹിതമല്ലാത്ത വഴികളിലുമാണ് ജീവിക്കുന്നതെങ്കിലും അത് മറച്ചു വെച്ചുകൊണ്ട്, സ്തോത്രം, മുന്നോട്ട് ജീവിക്കുന്നതാണ് അടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ അടുത്ത പരാജയം. അവിടെ തെറ്റുകളെ മറച്ചു വയ്ക്കുക. രണ്ടാമത്തെ കാര്യം, ബ്ലെയിം അതേഴ്സ്, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്ലെയിം ചെയ്യുന്നു. സ്വന്തം തെറ്റുകൾ വന്നാലും അത് അംഗീകരിക്കത്തില്ല, ആ തെറ്റുകൾ മറ്റുള്ളവരെ നമ്മൾ ബ്ലെയിം ചെയ്യുന്നു. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശൗലിനെ കുറിച്ച് കാണുവാനിടയായി തീർന്നത്. ഹി ജസ്റ്റിഫൈ ഹിംസെൽഫ്, തന്നെ തന്നെ ന്യായീകരിക്കുക, അതിനു മുന്നേ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുക, കടന്നു വന്ന പാപത്തിൻ്റെ കുറ്റം മറ്റുള്ളവരേക്ക് താഴുക. നമുക്ക് വ്യക്തമായ ഉദാഹരണം അറിയാം, ആദാമിൻ്റെയും അവയുടെയും ജീവിതം. അവയുടെ ജീവിതത്തിൽ നോക്കിയൊക്കെ, അവൾ വന്നു ഫലം കഴിച്ച് കർത്താവ് വന്ന് ചോദിച്ചപ്പം എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ഞാൻ ചെയ്തല്ല, നീ സൃഷ്ടിച്ച. അപ്പം അവിടെ ആരായി കുറ്റക്കാരൻ? ഇതുപോലെ നമ്മുടെ പല ജീവിതത്തിൽ എന്ത് ചെയ്താലും കർത്താവ് അവസാനം കുറ്റക്കാരൻ. ഈവ് പറയാണ്, അവ പറയാണ്, നീ സൃഷ്ടിച്ച പാമ്പ് എനിക്ക് കഴിപ്പാൻ തന്നു, പറിച്ചു തന്ന്, ഞാനത് ഭക്ഷിച്ചു. ഓക്കെ, അത് അങ്ങ് പോട്ടെ, അത് സഹോദരി പത്രോസ് പറയുന്നില്ല, ബലഹീന പാത്രമല്ലേ, പോട്ടെന്ന് വെക്കാം. ഇപ്പം ഇങ്ങോട്ട് വന്ന് അവോയ്ഡ് ആയിരിക്കും ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? എന്താ പറഞ്ഞേ? ആദാം എന്താ പറഞ്ഞേ? നീ എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ അവളുണ്ടല്ലോ, അവൾ തന്ന്. സ്തോത്രം. അപ്പോൾ ഒരു വിധത്തിലും അംഗീകരിക്കാൻ തയ്യാറല്ല, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്നത്. ഇത് പരാജയത്തിൻ്റെ അടുത്ത തലം. മൂന്നാമത്തെ കാര്യമാണ് ജസ്റ്റിഫൈ ദംസെൽസ്. ഹല്ലേലൂയ.
പാപമാണെന്നറിയാം, തെറ്റാണെന്നറിയാം, എങ്കിലും അങ്ങ് ന്യായീകരിക്കുക. ആമേൻ. മറ്റുള്ളവർ ഇത് ചെയ്യുന്നില്ല, പിന്നെ എനിക്കെന്താ കുഴപ്പം? എന്നേക്കാൾ മൂപ്പന്മാർ വലുതുണ്ടല്ലോ, അവരും ഇതുപോലെയല്ലേ ജീവിക്കുന്നേ, പിന്നെ എനിക്ക് ജീവിച്ചാൽ എന്താ കുഴപ്പം? ജസ്റ്റിഫൈ ചെയ്യുക. എന്നാൽ നമ്മൾ ചെയ്യുന്ന കാര്യം ദൈവഗതമല്ല, ദൈവ ഇഷ്ടമല്ല, അത് പാപമാണ്, തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാലും പിന്നെയും പിന്നെയും ജസ്റ്റിഫൈ ചെയ്യുക. നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്, നോട്ട് റെഡി ടു റിയലൈസ് ഇത് തെറ്റാണെന്ന് പറയാൻ. ഒരു കാര്യം മനസ്സിലാക്കണം, അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം. ജയിക്കാൻ കഴിയത്തില്ല, മുന്നേറാൻ കഴിയത്തില്ല. ഇപ്പം പലപ്പോഴും നമുക്ക് ജയമാണെന്ന് തോന്നിയാലും പിന്നത്തേതിൽ അത് പരാജയമായി മാറും. ജസ്റ്റിഫൈ ചെയ്യരുത്. സ്തോത്രം. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉത്തരവാദി ഞാനാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദി ഞാനാണ്, എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഉത്തരവാദി എൻ്റെ ഭാര്യയല്ല, എൻ്റെ ഭർത്താവല്ല, എൻ്റെ സ്പിരിച്വൽ ലൈഫിൻ്റെ ഉത്തരവാദി ഞാനാണെന്ന് തിരിച്ചറിവോടുകൂടി ജീവിതത്തിൽ പരാജയങ്ങൾ വന്നെങ്കിൽ, തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നതാണ് അടുത്ത ഒന്നാമത്തെ കാര്യം. ഹല്ലേലൂയ. അപ്പോൾ മാത്രമല്ല, അടുത്ത കാര്യം, പ്രിറ്റൻഡ് എവറിത്തിങ് ഈസ് ഫൈൻ. ഇവരെയൊക്കെ കണ്ടാലുണ്ടല്ലോ ഒരു വിധത്തിലും തെറ്റാണെന്ന് തോന്നത്തില്ല. ഇവരൊക്കെ പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല, അന്യഭാഷ കുറവൊന്നുമില്ല, ആരാധനയ്ക്ക് കുറവൊന്നുമില്ല, ബെസ്റ്റ്, എല്ലാം നന്നായിരിക്കും. Pretending that they are fine in every area, but at the same time അതേ സമയത്ത് പരാജയം ഒരു ഭാഗത്ത് കിടക്കുക. ഇതാണ് ഏറ്റവും വലിയ പരാജയം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ഇങ്ങനെ പരാജയത്തിൻ്റെ നമ്മൾ പ്രാർത്ഥനയിൽ കുറവ് പരാജയമാ, ആരാധനയിൽ കുറവ് പരാജയമാ, ഉപവാസത്തിൽ കുറവ് പരാജയമാ, ദൈവസേനയിൽ ഇന്ന് കേട്ടത് പല കാര്യങ്ങളും. ആ പരാജയങ്ങളെ നമ്മൾ മറച്ചു വെച്ചിട്ട് മുഖംമൂടി ധരിച്ച് നമ്മൾ ജീവിക്കരുത്. നമുക്ക് മുഖംമൂടി ധരിക്കാൻ മനുഷ്യൻ്റെ മുന്നിലേ പറ്റത്തുള്ളൂ, ദൈവത്തിൻ്റെ മുന്നിൽ പറ്റത്തില്ല. സ്തോത്രം. അതുകൊണ്ട് എവരിത്തിങ് ഓക്കെയാണ്, ഞാൻ എവരിത്തിങ് ഓക്കെ ആണെന്ന് പറഞ്ഞു പോകരുത്. അതിനേക്കാൾ ഉപരി ഏറ്റവും ആവശ്യം അല്ലയ റെക്കഗ്നൈസ് ചെയ്യുക. ഇങ്ങനെ പാപത്തെക്കുറിച്ച് ബോധം വന്ന് ആ പാപത്തെ ഏറ്റുപറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. ആരാധറിയാമോ? പത്രോസിൻ്റെ ജീവിതത്തിൽ വലിയൊരു പരാജയം പറ്റി അല്ലേ? എന്താ സംഭവിച്ചത്? നമുക്കറിയാം. പത്രോസിൻ്റെ ജീവിതത്തിൽ പരാജയം, യേശുവിനെ തള്ളിപ്പറഞ്ഞു. താൻ ഒരിക്കലും യേശുവിനോട് ആണയിട്ട് പറഞ്ഞു, യേശു ഞാൻ ചെയ്യത്തില്ല. എന്നിട്ട് മാത്രമല്ല, ഈ പത്രോസാ പറഞ്ഞേ, സ്തോത്രം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്ന് എനിക്കറിയാം, ഞാൻ തള്ളി പറയത്തില്ല. യേശു പറഞ്ഞിട്ട് പോലും പറഞ്ഞു ഞാൻ പറയത്തില്ല. പക്ഷെ അറ്റ് ദ സ്റ്റേജ് അവൻ്റെ ബലഹീനമായൊരു മണ്ഡലത്തിൽ അവൻ തള്ളിപ്പറഞ്ഞു. പക്ഷെ തള്ളിപ്പറഞ്ഞിട്ട് അവൻ ഞാൻ പോവുക. ഒരു ബാലകയുടെ മുന്നിൽ തള്ളിപ്പറഞ്ഞു, പിന്നെ അടുത്ത മേഖലയിൽ തള്ളിപ്പറഞ്ഞു, മൂന്നാമത്തെ പ്രാവശ്യം തള്ളിപ്പറഞ്ഞപ്പോൾ അപ്പോൾ പ്രവാചകൻ വന്ന് അവരോട് പറഞ്ഞില്ല. നാഥാൻ പ്രവാചകൻ വന്നതുപോലൊന്നും പറഞ്ഞില്ല. പക്ഷേ അവിടെ ഒരു കോഴി കൂവിയപ്പോൾ എന്താ ചെയ്തേ? He realized, I did a mistake. He realized that. All of a sudden ആ മിസ്റ്റേക്കുമായി അവൻ പിന്നെ മുന്നോട്ട് പോയില്ല. അവൻ ഓടി ദൈവസന്നിധിയിൽ നിന്ന് കരയാൻ തുടങ്ങി. അവൻ അവിടെ പറഞ്ഞിരിക്കുന്ന എങ്ങനെ അറിയോ? കോഴി കൂകും മുൻപേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തു പോയി അതിദുഃഖത്തോടെ കരഞ്ഞു. അതിദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞു. ഹല്ലേലൂയ. പരാജയത്തിൻ്റെ തെറ്റിൽ കിടക്കുകയല്ല, അത് ഏറ്റുപറയുക. 32-ാം സങ്കീർത്തനം 1-ാം വാക്യം ഏനാ പറഞ്ഞിരിക്കുന്നത്? സ്തോത്രം, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഒന്നാമത്തെ കാര്യം, ജീവിതത്തിൽ എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, കുടുംബജീവിതത്തിനകത്ത്, വ്യക്തി ജീവിതത്തിനകത്ത്, നമ്മുടെ ഏതെങ്കിലും മേഖലകളിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ റിയലൈസ് ചെയ്യണം. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ഗോ ഫോർ അനദർ ലെവൽ ഓഫ് യുവർ സ്പിരിച്വൽ ലൈഫ്. നിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ അടുത്ത മണ്ഡലത്തിലേക്ക് കയറണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ ജീവിതം ഇതുപോലെ നിൽക്കാനല്ല, എനിക്ക് ആത്മീക ജീവിതം മുന്നേറണം, ആത്മീക ജീവിതത്തിൽ എനിക്ക് മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിങ്ങൾ മറഞ്ഞു കിടക്കുന്ന, നിങ്ങൾ ക്ഷമിക്കപ്പെടാത്ത, നിങ്ങൾ റിയലൈസ് ചെയ്യാത്ത, ഒന്ന് പിറകിലേക്ക് ഒന്ന് തിരിഞ്ഞ്, ഒന്ന് കണ്ണുകൾ അടച്ച്, എല്ലാവരും ഒന്ന് കണ്ണടച്ച്, മെസ്സേജ് നിർത്തുകയല്ല ഞാൻ, ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് കർത്താവിനോടൊന്ന് ചോദിച്ച, കർത്താവേ, ഞാൻ പരാജയപ്പെട്ട ഏതെങ്കിലും എൻ്റെ ആത്മീക ജീവിതത്തിൽ, എൻ്റെ കുടുംബ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ പരാജയപ്പെട്ട്
ഇന്നും പരാജയത്തിൽ കിടക്കുന്ന ഒരു വിഷയമുണ്ടെന്ന് നിങ്ങൾ ഒന്ന് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനോടൊന്ന് കൺഫസ് ചെയ്യാമോ? ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമസ്ത പരാജയങ്ങളെയും, തലമുറയിലാകട്ടെ, നിന്റെ കുടുംബത്തിനകത്താകട്ടെ, നിന്റെ ജോലി മേഖലയിലാകട്ടെ, നിനക്ക് ജയിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന, വിട്ടുമാറത്തില്ലെന്ന് പറയുന്ന ഏതെങ്കിലും പ്രശ്നം ഇന്നും നിന്നെ വലിയ പിൻപറ്റുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പൈശാചിക ശക്തികൾ നിന്നെ നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ വ്യക്തി ജീവിതത്തിൽ അധിവാസം പറഞ്ഞ് പരാജയത്തെ മുറുകെ പിടിച്ച് നിന്റെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനോടൊക്കെ വിട പറയാൻ പോകുക. ഒന്ന് ഏറ്റു പറഞ്ഞ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ പരാജയം വന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ വന്നിട്ടുണ്ട്. എന്നാൽ പത്രോസ് പറഞ്ഞതുപോലെ, കർത്താവേ, എൻ്റെ പരാജയത്തെ ജയമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കർത്താവ്, അല്ല ഇവയിൽ നിന്നൊക്കെയും സകലത്തു നിന്ന് ജയം തരുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ പാപത്തെ ഞാൻ ഏറ്റുപറയുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാർത്ഥമായി ദൈവത്തോട് പറഞ്ഞേ. ഇന്ന് പകൽക്കാലം നിന്റെ പാപത്തിന്റെ കുറ്റം അവൻ ക്ഷമിച്ചു തരും. നിന്റെ പാപത്തെ അവൻ മറയ്ക്കും. അല്ല നിന്റെ സ്തോത്രം, നിന്റെ ലംഘനങ്ങളെ അവൻ മറയ്ക്കും. ഇന്ന് പകൽക്കാലം ഏറ്റു പറയുന്നവന് ശുഭം വരും. ഏറ്റു പറയുന്നവന് ശുഭം വരും. ഒന്നാമത്തെ കാര്യം, സ്തോത്രം, പാപത്തെ റിയലൈസ് ചെയ്യുക, ഏറ്റു പറയുക. നമ്പർ 2, രണ്ടാമത്തെ കാര്യം, സ്തോത്രം, ഹാവ് എ ക്ലീൻ ഹാർട്ട്. ജയിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം, രണ്ടാമത്തെ കാര്യം, ഒരു ക്ലിയർ ഹാർട്ട് വേണം. ഒരു ക്ലിയർ ഹാർട്ട് വേണം. ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ആമേൻ. ദൈവവചനം നമ്മൾ പഠിപ്പിക്കുന്നത് ആത്മീക ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ കഴിവിൽ നിന്നോ ശക്തിയിൽ നിന്നോ അറിവിൽ നിന്നോ തുടങ്ങുന്നതല്ല. ഇറ്റ് ബിഗിൻസ് ദ കണ്ടീഷൻ ഓഫ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിന്ന് ആത്മീക ജീവിതം ആരംഭിക്കുന്നത്. സ്തോത്രം, നമ്മുടെ കഴിവിലും നമ്മുടെ അറിവിലും നമ്മുടെ ജ്ഞാനത്തിലും നമ്മുടെ പാരമ്പര്യത്തിലും നമ്മുടെ, സ്തോത്രം, ആ ഒറ്റ കാര്യങ്ങളിൽ നിന്നല്ല ഒരു സ്പിരിച്വൽ ലൈഫിൻ്റെ വിജയം എന്ന് പറയുന്നത്. യഥാർത്ഥമായ നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ഒരു ഹൃദയത്തിൻ്റെ നിലവാരത്തിൽ. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാൻ കഴിയും, നമുക്ക് ശക്തമായി പാടാൻ കഴിയും, ശക്തമായി പ്രസംഗിക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ഹൃദയം നേരുള്ളതല്ലെങ്കിൽ the life became really confused and defeated. പരാജയമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ ചെയ്താലും നമ്മുടെ ഹൃദയം നേരല്ലെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയം നേരല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇന്ന് ഒത്തിരി പേരുടെ ജീവിതം അറിയാമോ? they are carrying a big baggage in the shoulder. ഏത് പാപത്തിൻ്റെ, കൺഫ്യൂഷൻ്റെ, ഡൗട്ട്സിൻ്റെ, സ്തോത്രം, ശത്രുതയുടെ, വൈരാഗ്യത്തിൻ്റെ, വിദ്വേഷത്തിൻ്റെ ഒക്കെ, ഹല്ലേലൂയ, സ്തോത്രം, ആ ബാഗേജും കൊണ്ട് വി കനോട്ട് കീപ് അവർ ഓൾഡ് ബാഗേജ് ഓഫ് റിജക്ഷൻസ്, ഫെയിലിയേഴ്സ്, അൺഫോർഗിവ്നെസ്, സീക്രട്ട് സിൻ, പ്രൈഡ്, ഡബിൾ മൈൻഡ്നെസ്, bitterness, wrong motive in our hearts and expect a success. ഇതെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് വിജയിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. ഏതെങ്കിലും സീക്രട്ട് സിൻ അടിമയാണെങ്കിൽ you cannot succeed your spiritual life. വ്യക്തമായി കേൾക്കണം. അപ്പനെയും അമ്മയും മറച്ചു വച്ചിട്ട് ചെയ്യുന്ന തെറ്റാണ്. ജീവിതത്തിൽ ജയിക്കാൻ പറ്റത്തില്ല, സ്പിരിച്വൽ ലൈഫ് വിജയിക്കാൻ കഴിയത്തില്ല. You will be utterly failure. The things which you are doing in secret, that's called secret sin. You cannot success not only your spiritual life, that will end up your failure of your entire life. അതുകൊണ്ട് ഈ ബാഗേജും വെച്ചുകൊണ്ട് ഒത്തിരി നാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമുക്കറിയാം, അങ്ങനെ കുറേ നാളൊക്കെ പോവും, അത് എൻ്റെ പിടിക്കപ്പെടും. അങ്ങനെ പിടിക്കപ്പെട്ട ഒത്തിരി ചരിത്രം നമുക്കറിയാമല്ലോ. സ്തോത്രം, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പാടാൻ കഴിയും, പ്രസംഗിക്കാൻ കഴിയും, പ്രബോധിപ്പിക്കാൻ കഴിയും, എല്ലാത്തിനും കഴിയും. ബട്ട് സ്റ്റിൽ ഇൻ ദ സീക്രട്ട് സിൻ അറ്റ് ദ എൻഡ് ആ പാപം നമ്മെ പിടിക്കും. അതാണ് ഏറ്റവും വലിയ പരാജയം. ചിന്തിച്ച് നോക്കി, എത്ര പേരുടെ ജീവിതമാണ് കിടക്കുന്നത്. നമുക്ക് സാക്ഷികൾ ഒത്തിരി കിടപ്പല്ലേ. സ്തോത്രം, ആരെങ്കിലും അറിയുമോ? ആ മുഖം മൂടി മുഖത്ത് വലിച്ചിട്ടാൽ, വിശുദ്ധിയുടെ മുഖംമൂടി ഞാൻ വലിച്ചിടുക, ബിഹൈൻഡ് ദർ ഇസ് എ സീക്രട്ട് സിൻ, അൺഫോർഗിവ്നെസ്, അല്ലേ? സ്തോത്രം, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുമായിട്ട് നിന്നാൽ ദൈവമക്കളെ, അത് പരാജയമാണ്. കുടുംബജീവിതത്തിൻ്റെ പരാജയമാണ്, വ്യക്തി ജീവിതത്തിൻ്റെ പരാജയമാണ്. സ്തോത്രം, റോങ് മോട്ടീവ്, ഇതെല്ലാം വെച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ
ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങളോട് ഇതെല്ലാം അങ്ങ് പറയുക. പക്ഷേ എൻ്റെ ലൈഫിൽ, എൻ്റെ സീക്രട്ട് ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ പാപത്തിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാൻ തെറ്റിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഒരു സീക്രട്ട് സിൻ എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു അൺഫോർഗീവ്നെസ് എൻ്റെ ഹൃദയത്തിൽ ഞാൻ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും ഗ്രഡ്ജ് ഞാൻ എൻ്റെ ഹൃദയത്തിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉറപ്പാ നാളെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ താഴെ വീണിരിക്കും. ഇത് നമ്മുടെ എല്ലാവരുടെയും ജീവിതമാണ്, ജയിക്കാനുള്ള അടുത്ത പടി. അതുകൊണ്ട് കർത്താവ് എപ്പോഴും പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഹൃദയത്തിനാ, അകത്താ. സ്തോത്രം. ഇന്ന് രാവിലെ കേട്ടതുപോലെ പുറമേ ഉള്ളതല്ല കർത്താവ് നോക്കുന്നേ. ദൈവസന്നിധി വിജയം എന്ന് പറയുന്നത് നിൻ്റെ അകമാ. പുറമേ മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ആരാധിക്കാൻ പറ്റും, ശബ്ദമുയർത്താൻ പറ്റും, കൈ ഉയർത്താൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും. പക്ഷേ കർത്താവ് നോക്കുന്നത് പുറമേ എല്ലാം നല്ല മോടിയാ. അതുകൊണ്ട് ആ കർത്താവ് പരീശന്മാരെയും ശാസ്ത്രിമാരെയും നോക്കിയിട്ട്, കപടഭക്തിക്കാരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളാ. അല്ല, നിന്റെ പുറമേ നല്ല മോടി കൊണ്ട് അകത്തഴുകി കിടക്കുക പാപത്തിൻ്റെ അഴുക്ക്. ഹല്ലേലൂയ. സീക്രട്ട് സിന്നിൻ്റെ അഴുക്ക്, ഗ്രഡ്ജിൻ്റെ അകത്ത് പകയുടെ അഴുക്ക്, ഇതെല്ലാം അകത്ത് കിടന്നുകൊണ്ട് പുറമേ വെള്ളതേച്ച ശവക്കല്ലറകളെ പോലെ അല്ല കഴിഞ്ഞുകൂടിയാൽ നിന്റെ ജീവിതം അമ്പേ പരാജയമായി ജയിക്കാൻ പറ്റത്തില്ല. സോ വി വാണ്ട് സക്സസ്. നിങ്ങളുടെ ജീവിതത്തിൽ ജയിക്കണമെങ്കിൽ വി നീഡ് എ ക്ലിയർ ഹാർട്ട്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഹാർട്ട് നോക്കണം. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ള ലാക്കിലേക്ക്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കണം, നിനക്ക് മുന്നോട്ട് ഓടണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഗ്രഡ്ജ് മറക്കണം, ആ പക മറക്കണം, ആ സീക്രസിൻ പിറകിൽ കളയണം, ആ അഡിക്ഷൻ കളയണം. ഏതെങ്കിലും അഡിക്ഷൻ ആണെങ്കിൽ ദാറ്റ്സ് അനദർ സിൻ. എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് അനദർ സിൻ. ഇതെല്ലാം പാപമാ. ഇതിനെല്ലാം പുറകിൽ പറയണം. അതുകൊണ്ട് എബ്രായ ലേഖനം 12:2 പറഞ്ഞിരിക്കുന്നത്, സകലതും എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ആമേൻ. എന്ത് ചെയ്യണം? 12:2 യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പൊ മുന്നോട്ട് ഓടണമെങ്കിൽ എന്തോ വേണം? വിടാതെ ഓടാൻ പറ്റത്തില്ല. ദാവീദ് പറഞ്ഞിരിക്കുന്നു, ദാവീദ് നമ്മൾ കേട്ടതുപോലെ പാപത്തിൽ വീണുപോയി, പരാജയം സംഭവിച്ചു. പക്ഷെ പരാജയത്തിൽ കിടക്കുകയല്ല. ഹീസ് ആസ്കിങ് ഫോർ എ ക്ലിയർ ഹാർട്ട്. ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്. 51 സങ്കീർത്തനം അതിന്റെ 10 വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. 7 മുതൽ ഒന്ന് വായിച്ചേ. 7 മുതൽ. അതെ. ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഒന്നാമത് താൻ പറയാ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. ഞാൻ ഹിമത്തേക്കാൾ വിളക്കേണ്ടതിന് എന്നെ കഴുകണമേ. എന്നെ ഒന്ന് കഴുകണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. പാപങ്ങളെ കാണാതെ വണ്ണം മുഖം മറയ്ക്കണമേ. എന്റെ അകൃത്യങ്ങളെ ഒക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. പാപത്തിൽ വീണവന്റെ പ്രാർത്ഥന നോക്കിക്കേ, പരാജയപ്പെട്ടവന്റെ പ്രാർത്ഥന നോക്കിക്കേ. ആ പരാജയ കടയല്ല, എപ്പോൾ ആ പാപത്തെക്കുറിച്ച് അവൻ റിയലൈസ് ചെയ്തോ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ. കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, എനിക്ക് ഹല്ലേലൂയ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണേ. എൻ്റെ പാപത്തെ നിൻ്റെ മുന്നിൽ നിന്ന് മറച്ചു കളയണേ. നിർമ്മലമായ ഹൃദയം എന്നിൽ നിന്ന് സൃഷ്ടിക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ ഇതിനകത്തിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ ദാവീദിനെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പാപത്തെ ഒന്ന് ക്ഷമിക്കണമേ. ഒരു നിർമ്മലമായൊരു ഹൃദയം എന്നിൽ തരണേ. അവിടെയാ വിജയത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. ദാവീദ് ജയിച്ചതിൻ്റെ കാരണം ഇതുപോലുള്ള പ്രാർത്ഥനയാണ്. സ്തോത്രം. അവൻ്റെ വിജയം. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ ചെയ്താൽ when your heart is clean, faith become strong. പിന്നെ ആടിയുലയുന്ന faith അല്ല, strong faith ഉണ്ടാകും. Then your prayer becomes powerful. Your worship became real. Your temptation become weaker. ടെംപ്റ്റേഷനൊക്കെ വരും, പക്ഷെ അത് ബലഹീനപ്പെട്ടു പോകും. ഹല്ലേലൂയ. എപ്പോഴാ?
ഒരു ഹൃദയം ഉണ്ടെങ്കിൽ, ശുദ്ധമായൊരു ഹൃദയം ഉണ്ടെങ്കിൽ, ആമേൻ, പാപത്തെ ജയിക്കാൻ, പവർഫുള്ളായിട്ട് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ആരാധന റിയലായി തീരാൻ കർത്താവ് ആവശ്യപ്പെടുന്നത് നമ്മുടെ പുറമേയുള്ള വേഷവിധാനങ്ങളല്ല, മറിച്ച് ഒരു ക്ലീൻ ഹാർട്ടാണ്. ഒരു ക്ലീൻ ഹാർട്ടാണ്. ഇന്ന് പകൽക്കാലം കർത്താവിനോട് പറ, കർത്താവേ, ഒരു ഹൃദയം, നല്ലൊരു ഹൃദയം എനിക്ക് തരണേ, നിർമ്മലമായി. എൻ്റെ ഹൃദയത്തിനകത്തെ ശോധന ദൈവം പുറമേ ഉള്ളതല്ല, അകത്തളത്ത് നോക്കുന്ന ദൈവം നിന്റെ ഹൃദയത്തിനകത്തേക്ക് നോക്കുമ്പോൾ അതിൽ കരട് അതിനകത്ത് കാണരുത്. ഹല്ലേലൂയ. നമ്മൾക്ക് കാണാൻ കഴിയാത്ത കരടുകൾ അതിനകത്തുണ്ടാകാം, പക്ഷേ കർത്താവിൻ്റെ കണ്ണിൽ നോക്കുമ്പോൾ ഇത് അതുകൊണ്ടാണ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. ഇന്ന് പകൽക്കാലം ആ കണ്ണുകൾ അടച്ച് ഒരു നിമിഷം കർത്താവോട് പറഞ്ഞു, കർത്താവെ, ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്, എൻ്റെ ഹൃദയത്തിൽ തെറ്റുകൾ വന്നിട്ടുണ്ട്, എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ, നിർമ്മലമായൊരു ഹൃദയം എനിക്ക് തരണേ. നിങ്ങളുടെ പ്രാർത്ഥന പവർഫുൾ ആകാൻ പോകുകയാ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ജയമാകാൻ പോകുകയാ, നിങ്ങളുടെ ആരാധന റിയൽ ആകാൻ പോകുകയാ, നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടാൻ പോകുകയാ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ സംഭവിക്കാൻ പോകുക. ഒറ്റ കാര്യം കർത്താവിനോട് പറ, കർത്താവേ, ഒരു ക്ലീൻ ഹാർട്ട് എനിക്ക് തരണമേ. ദാവീദ് ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്തത്, ശത്രു അവന്റെ മുന്നിൽ വീണത്, ശത്രുവിനെ അവൻ ജയിച്ചത് അവന്റെ സ്വന്തം കഴിവല്ല. നമ്മൾ ഇന്ന് കേട്ടല്ലോ, അല്ലെങ്കിൽ അവന്റെ കവിണയുടെ ശക്തിയല്ല, അവന്റെ അഭ്യാസത്തിന്റെ കഴിവല്ല, മറിച്ച് അവന്റെ മേൽ കടന്നു വന്ന സ്തോത്രം ആ ശുദ്ധമായൊരു ഹൃദയം അവനെ വിജയത്തിലേക്ക് നയിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത കാര്യം, നമ്പർ 3, the foundation of our success is Jesus Christ. Foundation of our success is Jesus Christ. റോമർക്ക് ലേഖനത്തിൽ വായിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, we are more than conquerors through him. He is the foundation of every victory. യേശു ക്രിസ്തു മുഖാന്തരം, അങ്ങനെയല്ലേ വാക്യം പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തു മുഖാന്തരം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, അല്ലേ? സ്തോത്രം. We cannot build a long lasting success of life not because of നമ്മുടെ വിശ്വാസത്തിൻ്റെ, നമ്മുടെ കഴിവ് കൊണ്ട്, നമ്മുടെ എഡ്യൂക്കേഷൻ കൊണ്ട് ഒരു വിശ്വാസ ജീവിതം, ഒരു സക്സസ് ജീവിതം പടുത്തുയർത്താൻ കഴിയത്തില്ല. മറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, മാനുഷികമായി ജയിക്കാൻ കഴിയാത്തതിൻ്റെ വലിയൊരു ലിസ്റ്റ് വെച്ചിട്ട് പൗലോസ് പറയുക, ഇതിൽ നിന്നൊക്കെയും ജയം തന്നത് യേശു ക്രിസ്തു മാത്രം, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന ഒരു യേശു ഉണ്ട് എന്നുള്ളതാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ആമേൻ, ദൈവമക്കളെ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ ജയിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, മുന്നേറാൻ കഴിയാത്തവരുണ്ടെങ്കിൽ, വിടുതലില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ, ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഇവ എല്ലാറ്റിൽ നിന്നും വിടുവിക്കാൻ കഴിയുന്നൊരു യേശു ഉണ്ട് എന്ന ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. അല്ലെ, ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ സക്സസ്. ക്രിസ്തുവാണ് നമ്മുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. യേശു നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാണെങ്കിൽ നമുക്ക് പരാജയമെന്നൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മൾ ഒന്നിനും അഡിക്റ്റല്ല, ഒന്നിനും അടിമയല്ല. സ്തോത്രം. നമ്മൾ സകലത്തിലും ജയാളികളാണ്. കാരണം ക്രിസ്തുവാണ് അതിലെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ. അമേൻ. അങ്ങനെയെങ്കിൽ സ്തോത്രം, അമേൻ. അതിന് 31 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അതിൽ ഏതാണ്ട് 6 ചോദ്യങ്ങൾ പൗലോസ് ചോദിക്കുന്നുണ്ട്. ഞാൻ വായിപ്പിക്കുന്നില്ല. 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം താൻ അനുഭവിച്ച 7 കൂട്ടം കാര്യങ്ങൾ താൻ രേഖപ്പെടുത്തുക. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് പൗലോസ് പറയുക, ഇതിൽ നിന്നൊക്കെയും പൂർണ്ണ ജയം ഞാൻ എന്ത് ചെയ്യുന്നു? പ്രാപിക്കുന്നു. ഇതിൽ നിന്നൊക്കെയും ദൈവം വിടുവിച്ചു എന്നല്ല, ഇതിൽ നിന്നൊക്കെയും ഞാൻ പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ജീവിതത്തിലെ ചില മേഖലകളിൽ വിടുതലല്ല തരുന്നത്, കർത്താവ് ജയമാ തരുന്നത്. അമേൻ. ചില മേഖലകളിൽ കർത്താവ് ജയമേ തരത്തുള്ളൂ, ചിലതിന് വിടുതലല്ല. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. പൗലോസ് ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവ് ഈ ശൂലം ഒന്ന് മാറ്റി തരണമെന്ന്. പൗലോസിനെ വിടുവിച്ചതല്ല ദൈവം, പിന്നെ എന്താ ദൈവം ചെയ്തേ? അവന് ജയിക്കാനൊരു കൃപ നൽകി. അമേൻ. ചില മേഖലകളിൽ നമുക്ക് ജയിക്കാനാ ദൈവം കൃപ നൽകുന്നത്. അമേൻ. തൻ്റെ ജീവിതത്തിൽ ശൂലം ഒരു പരാജയമായിരുന്നു, പക്ഷേ അതിൽ നിന്ന് തന്നെ വിടുവിച്ചെന്നല്ല, അതിനേക്കാൾ ഉപരി അതിന്മേൽ ജയം കർത്താവ് നൽകി. യോബിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ, യോബിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ വന്നവ ജയിച്ചിട്ടുണ്ട്. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ജയം എന്ന് പറയുന്നത് ഒരു വിടുതലല്ലായിരുന്നു, മറിച്ച് അതിന്മേലുള്ള ഒരു ജയമായിരുന്നു. അമേൻ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ ആണെങ്കിൽ നമുക്ക് സമസ്ത മേഖലകളിലും ജയിക്കാൻ കഴിയും. അമേൻ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഏതെങ്കിലും ജീവിതത്തിൽ ജയിക്കാൻ കഴിയുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ ക്രിസ്തുവിനെ അതിൻ്റെ ഫൗണ്ടേഷനാക്കി വെക്ക്. കർത്താവ് നമുക്ക് ജയിക്കാൻ കൃപ നൽകും. അമേൻ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കുന്നു. അടുത്തത്,
The weapon of our success is faith. ഹല്ലേലൂയ. ഒത്തിരി പ്രസംഗിക്കാറുണ്ട്, ഞാൻ വളരെ ചുരുക്കമായി പറയുക. വെപ്പൺ ഓഫ് അവർ ഫെയ്ത്ത്, നമ്മുടെ സക്സസിൻ്റെ വെപ്പൺ അല്ലെങ്കിൽ ആയുധം എന്ന് പറയുന്നത് എന്താണ്? വിശ്വാസമാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിശ്വാസം എന്ന് വിജയം എന്ന് പറയുന്നത് ഒരുവനുള്ള വിശ്വാസമാണ്. വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും ഒരുവന് വിജയമുണ്ടാകുന്നത്. തിരുവനന്തപുരത്തിൽ കാണപ്പെടുന്ന ജയാളികൾ മുഴുവനും അവർ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടവരാണ്. വിശ്വാസത്താലാണ് അവർ ജയിച്ചത്, അല്ലേ? സ്തോത്രം. നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസത്താൽ ജയാളികളായവരുടെ വലിയൊരു ലിസ്റ്റ് കാണാം. നോഹയെക്കുറിച്ച് കാണാം, അബ്രഹാമിനെ കുറിച്ച് കാണാം, മോശയെക്കുറിച്ച് കാണാം, ദാവീദിനെ കുറിച്ച് കാണാം. ഇവരെക്കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവരൊക്കെ വിശ്വാസത്താൽ ജയിച്ചവരാണ്. അപ്പോൾ ജീവിതത്തിൽ ചില മേഖലകളിൽ ജയിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ചില ശത്രുവിനെ ജയിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ചില രോഗത്തെ ജയിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ചില പ്രതിസന്ധിയെ ജയിക്കണമെങ്കിൽ വിശ്വാസം ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. വലിയ അവിടെ എല്ലാവരെയും ജയിച്ച് വിശ്വാസത്താലാണ്. എബ്രായ ലേഖനം 11:32 മുതൽ താഴോട്ട് വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ പറയാ ഇവരെല്ലാവരും, അവരുടെ പേരുകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവരെല്ലാം വിശ്വാസത്താൽ ജയിച്ചവരാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഫെയ്ത്ത് സ്പീക്സ് വാട്ട് ഗോഡ് സേസ്, നോട്ട് വാട്ട് ദ സിറ്റുവേഷൻ സേസ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവം പറയുന്നത് കേൾക്കുന്നതാ, സാഹചര്യം പറയുന്നത് കേൾക്കുന്നതല്ല. സാഹചര്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തിനകത്ത് സാഹചര്യങ്ങൾ കേട്ടാൽ പരാജയം ഉണ്ടാകത്തുള്ളൂ. പക്ഷെ കർത്താവ് പറയുന്നത് കേട്ടാൽ വിജയം ഉണ്ടാകും. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം, നീ കർത്താവ് പറയുന്നത് കേൾക്കുകയാണെങ്കിൽ വിജയം ഉണ്ടാകും. സാഹചര്യം പറയുന്നത് കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പരാജയം തന്നെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനം ചെങ്കടലിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ജനം പറയുന്നൊരു കാര്യമുണ്ട്. ജനം പറഞ്ഞു, ഞങ്ങൾ പരാജയപ്പെടുക, ഞങ്ങൾ എന്തിനാ അവിടെ കൊണ്ടുവന്നതൊക്കെ ചോദിച്ച് പരിഭവപ്പെടുന്ന ഭാഗം കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ജനം കേട്ടത് കണ്ടത് സിറ്റുവേഷനാണ്, സാഹചര്യമാണെങ്കിൽ മോശ കേട്ടത് ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ വഴി നീട്ട്. വിജയം കണ്ടോ? ആര് പറഞ്ഞത് കേട്ടതാ? ദൈവം പറഞ്ഞ് കേട്ടപ്പോഴാ. ഹല്ലേലൂയ. വടി നീട്ടുക. മോശ വടി നീട്ടി, അത് സംഭവിച്ചു. മാത്രമല്ല, സ്തോത്രം, മറ്റൊരു ഭാഗത്ത് കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയ ആ 12 ഗോത്രക്കാരെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. 10 പേര് കടന്നു വന്നിട്ട് പറഞ്ഞ, ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല, 10 പേര് പോയിട്ട് കടന്നു വന്നിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? ഈ ദേശം നമുക്ക് പറ്റത്തില്ല, നമുക്ക് കിട്ടത്തില്ല, നമുക്ക് ആ ജനത്തെ ജയിക്കാൻ കഴിയത്തില്ല. പക്ഷേ 2 പേര് യോശുവയും കാലേബും പറഞ്ഞു, നോ, അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞ ശബ്ദം അവർ കേട്ടപ്പോൾ മറ്റവർ സാഹചര്യത്തെ നോക്കി. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഒരു കാര്യം ആത്മാവിൽ ഞാൻ ദൂതായി വിളിച്ചു പറയാം, നിന്റെ സാഹചര്യത്തെ നോക്കിയാൽ നിനക്ക് ജയിക്കാൻ പറ്റത്തില്ല. നിന്റെ ശരീരം ബലഹീനമായിരിക്കാം, നിന്റെ ശരീരം രോഗത്തിന് അടിമയായിരിക്കാം, നീ കടന്നു പോകുന്ന ജോലിയിൽ പ്രതിസന്ധി ഉണ്ടായിരിക്കാം. സാഹചര്യം നോക്കരുത്. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിന്റെ വാക്കിൽ വിശ്വസിക്കുക. സ്തോത്രം. ചുറ്റുപാടുകൾ നോക്കിയാൽ പരാജയമാകത്തുള്ളൂ, സാഹചര്യം നോക്കിയാൽ നീ ജയിക്കത്തില്ല. പക്ഷേ കർത്താവ് പറയുന്നത് നീ കേട്ടാൽ. എന്താ കർത്താവ് പറയുന്നത്? നിന്നോടൊരു വാഗ്ദത്തം പറഞ്ഞത് മനുഷ്യനല്ല, സാഹചര്യമല്ല. നിന്നോട് വാഗ്ദത്തം പറഞ്ഞത് ദൈവമാണെങ്കിൽ നീ കേൾക്കേണ്ടത് ആ വാഗ്ദത്തത്തെയാ, നിന്റെ സാഹചര്യമല്ല. ഡോക്ടേഴ്സ് തരുന്ന സ്തോത്രം അല്ല, ലിസ്റ്റ് അല്ല, പേപ്പർ അല്ല നാം നോക്കേണ്ടത്. നിന്നോട് കർത്താവ് പറഞ്ഞ വാക്കാ നീ കേൾക്കേണ്ടത്. ആമേൻ. നീ ഫൈനാൻസ് ഒരു വീടിന്റെ മോർഗേജ് എടുക്കാൻ വേണ്ടി ബാങ്കിൽ പോകുമ്പോൾ ബാങ്കുകാർ പറയുന്ന വാക്കല്ല നീ കേൾക്കേണ്ടത്. നീ കേൾക്കേണ്ടത് നിനക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാന്ന് പറഞ്ഞ, നിനക്ക് വേണ്ടി കരുതാമെന്ന് പറഞ്ഞ കർത്താവിന്റെ വാക്കാ നീ കേൾക്കേണ്ടത്. നീ ഡോക്ടറിലേക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുന്ന അല്ല സ്തോത്രം ഡയഗ്നോസ് അല്ല നീ കേൾക്കേണ്ടത്. നീ കേൾക്കേണ്ടത് കർത്താവ് നിന്നോട് പറഞ്ഞ അല്ല വിശ്വാസത്തിന്റെ വാക്കാ നീ കേൾക്കേണ്ടത്. ഹല്ലേലൂയ. എവിടെയെങ്കിലും ജീവിതത്തിൽ സ്തോത്രം അല്ല സ്തോത്രം രക്ഷിക്കാൻ ജയിക്കാൻ കഴിയത്തില്ലെന്ന് പറയുന്ന അല്ല നെഗറ്റീവ്സത്തിനെ, സാഹചര്യത്തെ ഇതിനകത്ത് നോക്കുന്നവർ അല്ല, ഇന്ന് പകൽക്കാലം സാഹചര്യത്തെ നോക്കാതെ കർത്താവ് പറഞ്ഞ വാക്കിനെ നോക്ക്, നിനക്ക് ജയിക്കാൻ കഴിയും. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട്. ചിലരോട് സംസാരിക്കുന്നുണ്ട്. നിന്റെ അവസ്ഥയെ നോക്കി, നിന്റെ ശരീരത്തെ നോക്കി, നിന്റെ രോഗത്തെ നോക്കി, അല്ലെ സ്തോത്രം മെഡിക്കൽ പറഞ്ഞ അല്ലെ റിപ്പോർട്ടിനെ നോക്കി, നിന്റെ സാഹചര്യം നോക്കിയിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതിനകത്തുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വെച്ച് പറയുന്നു, സ്റ്റോപ്പ്, അതങ്ങ് നിർത്തിയിട്ട ആ സാഹചര്യത്തെ നോക്കാതെ അല്ലെ സ്തോത്രം പത്രോസ് അല്ലെ സ്തോത്രം തിരമ്പ് വരുന്ന തിരമാലയെ നോക്കം മാറ്റിയിട്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയതുപോലെ ഇന്ന് പകൽക്കാലം ചുറ്റുപാടുകളിൽ നോട്ടം മാറ്റി യേശുവിലേക്ക് നോക്കാൻ തുടങ്ങുക. വിശ്വാസത്തോടെ കർത്താവ് പറഞ്ഞത് കേൾക്ക്.
വിടുതൽ അവിടെ സംഭവിക്കും, ജയം അവിടെ സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഫെയ്ത്ത് സീസ് പോസിബിലിറ്റി വെൻ ഫെയിലിയർ സ്ക്രീം എൻഡ്. സാഹചര്യം പറയും തീർന്നു, പരിപാടി കഴിഞ്ഞു, ഇനി പറ്റത്തില്ല, ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, രക്ഷയില്ല. യേശുവിൻ്റെ അരികെ കടന്നു വന്ന രക്തസ്രാവക്കാരായ സ്ത്രീയെക്കുറിച്ച് ഇനി കാണുന്നതാ. അവളുടെ സമ്പത്തും സാഹചര്യങ്ങളും എല്ലാം ചെലവഴിച്ചു, ഫിനിഷ്, ഇനിയില്ല, ഇനി രക്ഷയില്ല, എൻഡ്. പക്ഷേ അവളുടെ അകത്ത് അന്നേരം ഒരു വിശ്വാസം നോക്കിയത്, അവൾ എന്തെന്ന് എവിടെ പറഞ്ഞോ അവിടെ ആ കർത്താവിൻ്റെ സാധ്യതകളെ കാണുന്നത്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുമ്പോൾ ഏതെങ്കിലും മേഖലകളിൽ എൻ്റെ അവസാനിച്ചു കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരു മേഖലയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, എവിടെ നീ എന്ത് പറഞ്ഞോ അവിടെ ചില സാധ്യതകൾക്ക് അല്ല തുടക്കം കുറിക്കാൻ പോകുകയാണ്. Faith is the possibility when failure scream end. Sometimes you can say, I cannot do it, I cannot do it, I cannot do it. Hello, listen here. Yeah. സാഹചര്യം പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല, നിന്റെ ബുദ്ധി പറയും എന്നെ കൊണ്ട് പറ്റത്തില്ല. അന്നേരം ചിലരൊക്കെ പുസ്തകം എടുത്ത് വെച്ചിട്ട് പഠിച്ചിട്ട് അല്ല ചില നിമിഷങ്ങൾ കഴിയുമ്പം ബുക്ക് മടക്കി വെച്ചിട്ട് നോ, ഐ കുഡ് നോട്ട് ഡു ഇറ്റ്. ബട്ട് നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനല്ല, പറ്റത്തില്ലെന്ന് പറയുന്നത് വിശ്വാസത്തിൽ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ കഴിയത്തില്ലെന്ന് പറഞ്ഞതിനെ സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. മൂന്നാമത്തെ കാര്യം, when faith becomes the weapon of our success, എന്ത് സംഭവിക്കും? Mountains move, doors open, enemies scatter, chain break, miracle happened. വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നിന്റെ ജയത്തിൻ്റെ ആയുധമായി മാറിയാൽ എന്ത് സംഭവിക്കുന്നറിയാമോ? മാറാത്ത പർവ്വതങ്ങളും മാറും, തുറക്കാത്ത വാതിലുകളും തുറക്കും, അഴിയാത്ത ബന്ധനങ്ങൾ അഴിയും, തുറക്കാത്ത കാരാഗ്രഹങ്ങൾ തുറക്കും. ഹല്ലേലൂയ. നിന്റെ മുന്നിൽ വെല്ലുവിളിച്ച ശത്രു ചിതറി ഓടും. ആമേൻ. അല്ലെ അത്ഭുതങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണും. വിശ്വാസം നിന്റെ അല്ലെ സക്സസിന്റെ ആയുധമാക്കി മാറ്റിയാൽ അസാധാരണമായ കാര്യങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുക. ഇന്ന് പകൽക്കാലം ആ ഒരു ദൂതൊന്ന് ഏറ്റെടുത്തേ. ഞാൻ അല്ലെ എൻ്റെ നെഗറ്റീവ് വശത്തെ കാണത്തില്ല, എൻ്റെ പോരായ്മകളെ ഞാൻ കാണത്തില്ല, അസാധ്യതകളെ കാണത്തില്ല. വിശ്വാസത്താൽ ചില സാധ്യതകളെ ഞാൻ കാണുന്നുവെന്ന് പറയാൻ തയ്യാറായാൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് ആ ദൂതൊന്ന് ഏറ്റെടുത്തോ. അത് ചിലരുടെ കുടുംബത്തെ സംഭവിക്കുക, ചിലരുടെ വ്യക്തി ജീവിതത്തെ സംഭവിക്കുക. ഹല്ലേലൂയ. ചില മൗണ്ടൻസ് മൂവ് ചെയ്യുന്നത്, ചില ഡോറുകൾ തുറക്കുന്നത്, ഹല്ലേലൂയ, ചില എരിമകൾ ശത്രുക്കൾ സ്കാറ്റർ ആകുന്നത്, ഹല്ലേലൂയ, ചില ചെയിൻ അല്ലെ ചില ബന്ധനങ്ങൾ പൊട്ടുന്നത്, ഓ ചില അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുക. വിശ്വസിക്കുക, കർത്താവ് അത് ചില കുടുംബങ്ങൾ ചെയ്യട്ടെ. The success, the weapon of your success is faith. ആയുധം വിശ്വാസമാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് വേഗത്തിൽ നിർത്താം. ആമേൻ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ വേഗത്തിൽ പെട്ടെന്ന്. സ്തോത്രം. അടുത്തത് the power behind the success. ഞാൻ ഇത്തിരി കാര്യം കൺസിഡർ ചെയ്തു. The power behind the success is the spirit of God. ദൈവത്തിൻ്റെ ആത്മാവ്. വചനം എങ്ങനെ പറഞ്ഞു? ശക്തിയാലല്ല, അല്ല എങ്ങനെ പറഞ്ഞത്? സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ. ഹല്ലേലൂയ, സ്തോത്രം. എന്ത് ചെയ്യുന്നു? The spirit of God empowered the ordinary people to do extraordinary things. ശിഷ്യന്മാരെ കുറിച്ച് നോക്കി, അവർ ഭീരുക്കളായിരുന്നു, അവർ രാജാവിൻ്റെ മുന്നിൽ നിൽക്കാൻ കഴിവില്ലാത്തവരായിരുന്നു, അൺഎഡ്യൂക്കേറ്റഡ് ആയിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരുടെ ഭീരുത്വം മാറ്റി, അവരെ ധൈര്യമുള്ളവരായി മാറ്റി. ആമേൻ, സ്തോത്രം. അവരെ നോക്കിയേ, യേശു ആ ശിഷ്യന്മാരുടെ മുന്നുള്ള അനുഭവം നോക്കിയേ. And after the Pentecost, ആത്മാവ് വന്നതിന് ശേഷം, before the spirit come, fearful, hiding, confused, without influences. But after the spirit come, they bold, they powerful. Hallelujah. They miracle working, the world changing people. When it happened? When the spirit of God came upon them. ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കാൻ തയ്യാറാകുക. നിന്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നിന്റെ സ്ഥിതിയെ കർത്താവ് മാറ്റും, അവസ്ഥയെ മാറ്റും. ഹല്ലേലൂയ. തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ശിംശോന്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ
അവൻ്റെ കഴിവല്ല, അവൻ്റെ ജയം എന്ന് പറയുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് കെയിം അപ്പോൺ ഹിം. ഗിദെയോനെ പരാക്രമശാലിയാക്കി മാറ്റിയത് അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന വ്യക്തി ജീവിതമേ സംശയിക്കരുത്, ഒട്ടും അധൈര്യപ്പെടരുത്. നിന്റെ മേൽ ആത്മാവിൻ്റെ അധിവാസം ഇറങ്ങി വന്നാൽ നീ അസാധാരണമായ കാര്യങ്ങളെ നീ കാണാൻ പോകുക, അത്ഭുതങ്ങളെ നീ കാണാൻ പോകുക. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, നമ്മുടെ കർത്താവ് ജയാളിയാ, നമ്മെ ജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമാ. ബിബ്ലിക്കൽ എക്സാമ്പിൾസ് ഒത്തിരി ഉണ്ട്. അല്ല, ഇന്ന് പകൽക്കാലം ജയാളിയാക്കി മാറ്റുന്ന ഒരു കർത്താവ് അസാധാരണമായ കാര്യങ്ങളെ ചെയ്ത് നമ്മുടെ ദൈവത്തിന് ജയാളിമാക്കി പറ്റും. നമ്മൾ പരാജിതരല്ല. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജയത്തിലേക്ക് നയിക്കും. ഹല്ലേലൂയ. നമ്മുടെ ജയത്തിൻ്റെ പിന്നിലെ സക്സസ് എന്ന് പറയുന്നത്, പവർ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. ഇന്ന് പകൽക്കാലം എല്ലാ കണ്ണുകളും അടയട്ടെ. നമ്മൾക്ക് പറയാം, കർത്താവേ, നമ്മൾ പരാജിതരല്ല. വിശ്വാസത്തോടെ പറയണം, ഞാൻ പരാജിതരല്ല, ഞങ്ങൾ ജയാളികളാണ്.